CPM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടക്കമായി 3 ദിവസം നീളുന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ പങ്കെടുക്കും. വിവരങ്ങൾ നൽകാനായി MK വിനോദ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. വിനോദ്, എന്തായാലും ഈ പ്രതിഷേധങ്ങൾക്കും പ്രതിസന്ധികൾക്കും വിവാദങ്ങൾക്കും ഇടയിലാണ് ഈ CPM കേന്ദ്ര കമ്മിറ്റി യോഗം തുടങ്ങിയിരിക്കുന്നത്. ഗവർണർക്കെതിരായ കേരള സർക്കാർ നിലപാട് ഈ യോഗത്തിൽ പ്രധാനമായിട്ടും ചർച്ചയാവും. മറ്റെന്തൊക്കെയാണ് അജണ്ടകൾ? തീർച്ചയായും രജനി, നമ്മൾക്കറിയാം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളുടെ ഒരു കാലത്താണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. CPM കൂടി ഉൾപ്പെട്ട ദേശീയ തലത്തിൽ BJPക്കെതിരെ രൂപീകരിച്ച ഇന്ത്യ സഖ്യം, ആ സഖ്യം തകരുന്ന മുഹൂർത്തമാണിത്. നമുക്കറിയാം ബീഹാറിലെ JDU നേതാവായിട്ടുള്ള നിതീഷ് കുമാർ അവരുടെ മഹാസഖ്യവുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് NDA പക്ഷത്തേക്ക് വരുന്ന മുഹൂർത്തം. അതേ ദിവസം തന്നെയാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ BJPയെ പ്രതിരോധിക്കാൻ ഇന്ത്യ സഖ്യം വളരെ സഹായകമാകും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു CPM അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് പോയത്. പക്ഷേ ആ വിചാരങ്ങളെയെല്ലാം തച്ച് തകർക്കുന്ന രീതിയിലാണ് ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ വരുന്നത്. അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ, അതേപോലെ തന്നെ മഹാസഖ്യത്തിൻ്റെ തകർച്ച, ഇതൊക്കെ തന്നെ CPMന്റെ പ്രതീക്ഷകളെ വല്ലാതെ തല്ലിക്കെടുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളൊരു ചിന്തയാണ് പ്രധാനമായും CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉയരുന്നത്. പാർട്ടിക്ക് കൂടുതൽ MPമാരെ ജയിപ്പിക്കാൻ പറ്റുന്ന ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. നേരത്തെ അവർ ഭരിച്ചിരുന്ന ബംഗാളിൽ സ്ഥിതി വളരെ വിഭിന്നമാണ്. അവിടെ മമതാ ബാനർജിയുമായി അവർക്ക് സഖ്യമില്ല, അവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യം. ത്രിപുരയിൽ BJP ഭരണം തുടരുന്നു, അവിടെയും MPമാരെ ജയിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഉള്ളത് കേരളമാണ്. കേരളത്തിൽ മാത്രമാണ് ഭരണമുള്ളത്, CPMന്റെ ഭരണമുള്ള ഇന്ത്യയിലെ തന്നെ ഏക സംസ്ഥാനം. അവിടെ നിന്നും പരമാവധി MPമാരെ എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ള ഒരു കാര്യം കൂടിയാണ് കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കുന്നത്. പക്ഷേ കേരളത്തിലെ സ്ഥിതി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വളരെ മോശപ്പെട്ട സാഹചര്യമാണ്. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ ക്രമസമാധാന നില പോലും തകരുകയാണ്. ഗവർണർ സഞ്ചരിക്കുന്ന പാതകളിലെല്ലാം SFIയെ കൊണ്ട് പ്രതിരോധമുയർത്തി ഗവർണറുടെ വായ അടപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷെ ഗവർണർ അതിന് വഴങ്ങുന്നില്ല. സ്വാഭാവികമായും സംഭവിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില മോശമാണ് എന്നുള്ളൊരു ചിത്രം ദേശീയ തലത്തിൽ തന്നെ മുന്നോട്ട് വരുന്നു. ഇത് പാർട്ടിക്ക് വലിയ വെല്ലുവിളിയാണ്. ഗവർണർക്ക് മുമ്പിൽ കീഴടങ്ങാൻ പറ്റുന്നില്ല ഈ ഒരു സാഹചര്യം. അതുകൊണ്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര്, അത് രാഷ്ട്രീയമായി എങ്ങനെ മുതലെടുക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്ന് ആരംഭിച്ച കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. 3 ദിവസമാണ് യോഗം, നാളെയും മറ്റന്നാളുമുണ്ട്. CPMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നു. രാഷ്ട്രീയ സാഹചര്യം നോക്കിയാൽ CPMന് വളരെ മോശപ്പെട്ട കാലാവസ്ഥയാണ് എന്ന് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കാം എന്നുള്ളതിൻ്റെ അവസാനവട്ട ആലോചനകളാണ് തിരുവനന്തപുരം വിളപ്പിൽശാലയിലുള്ള EMS അക്കാദമിയിൽ ഇന്ന് ആരംഭിച്ച പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുന്നത്. രജനി, ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്.